ഹലോ, എവിടെ ഗൈസ്? എന്താ പാട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ ഒരു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി ഇവിടെ തുടങ്ങാൻ സാധിക്കും. പ്രത്യേകിച്ചും പറയാൻ എനിക്ക് അതന്നെ ഉള്ളൂ. ഈ ഒരു വീഡിയോന് വലിച്ചു നീട്ടി കുറെ ഓവറാക്കാൻ മാത്രമില്ല. ഒന്ന് രണ്ട് സന്തോഷ വാർത്തകൾ പറഞ്ഞിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അതിനുശേഷം നമുക്ക് നല്ല രീതിക്ക് നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങണം. അപ്പോ എന്റെ മിസ് ആർട്ട് എന്ന പേരിൽ ഞാൻ തുടങ്ങിയ എന്റെ യൂട്യൂബ് ചാനല് 1000 സബ്സ്ക്രൈബേഴ്സ് കടന്നേക്കുവാണ് ഗൈസ്. ക്യാൻ യു ബിലീവ് ഇറ്റ്? ഞാനിത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ 999 1000 കടക്കലും നമ്മൾ പാർട്ടി പോപ്പറൊക്കെ വാങ്ങി പൊട്ടിച്ച് അങ്ങനെയൊക്കെ കാണിക്കണം എന്നൊക്കെ ഉണ്ടായിനി മനസ്സിൽ. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ ഇതിനൊന്നും അനുവദിച്ചില്ല. പണിയെടുക്കണ്ടേ? അപ്പൊ പണി ഉണ്ടായിരുന്നു. അതിനെ കൊണ്ടാണ് ഞാൻ 2-3 ദിവസം വരാൻ പറ്റാഞ്ഞത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നെഞ്ഞത്തിരിക്കണ ഈ പൊട്ട് കണ്ടാ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബെറ്റർ വോയിസ് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു മൈക്ക് മേടിച്ചു കഴിച്ചു. അത്ര നല്ല മൈക്കൊന്നല്ല തോന്നുന്നു, ഒരു കൊണേടിക്ക് പറ്റിയ കൊണ മൈക്കാണ്. എന്റെ ഐഫോണിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഉള്ള വരല്ല, ഞാൻ റിട്ടേൺ കൊടുക്കാൻ പോണേ. അപ്പൊ അതിന് മുമ്പായിട്ട് 2-3 വീഡിയോ എടുത്തിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. വേറെ ഫോണിൽ, ആൻഡ്രോയിഡ് ഫോണിൽ ഇത് കണക്ട് ചെയ്ത് അതിനകത്തുനിന്ന് വോയിസ് എടുത്തിട്ടൊക്കെ വേണം ഇനിയിപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല വോയിസ് ക്വാളിറ്റി ഒക്കെ കൊടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രധാനപ്പെട്ട എനിക്ക് പറയാനുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യമാണ്. 0 സബ്സ്ക്രൈബേഴ്സിൽ ഞാൻ തുടങ്ങിയ എന്റെ സുഹൃത്തുക്കളോ എന്റെ ഭാര്യയോ അല്ലാണ്ട് ഇതൊരാളും കാണാൻ പോണില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയ ഈ മിസ് ആർട്ട് എന്ന യൂട്യൂബ് ചാനൽ ഇന്ന് നിൽക്കുന്നത് 1150ഓളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വലിയ ഓഡിയൻസ് ഉള്ള ഒരു ചാനലായി മാറി. അപ്പം വെരി താങ്ക്സ്ഫുൾ. എനിക്ക് എങ്ങനെയാണ് ഇത് നിങ്ങളുടെ അടുത്ത് പറയേണ്ടതെന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് കുറച്ച് സീരിയസ് ആണ്. തമാശ കളി മാറ്റേണ്ട സമയമായി. വെറും സുഹൃത്തുക്കള് മാത്രം കാണുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതിന് എന്റെ ചാനലിൽ ഇപ്പം 1150ഓളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ ഓഡിയൻസ് ആണ്, ഒരു വലിയ വേദിയാണ് അല്ലേ. നമ്മൾ നേരിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിലും എന്റെ ശബ്ദം കേൾക്കാനും ഞാൻ പറയുന്നത് കാണാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ എന്നെ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുള്ളത് അല്ലേ. അപ്പം ഈ സബ്സ്ക്രൈബേഴ്സിനെ വിഷമിപ്പിക്കാൻ ഞാൻ ഒരിക്കലും റെഡിയല്ല. നമുക്ക് നാളെ തൊട്ട് നല്ല കണ്ടന്റ് ഉള്ള, നിങ്ങൾക്ക് കണ്ടാൽ ഉപകാരമുള്ള കണ്ടന്റുകളൊക്കെ കൂട്ടിച്ചേർത്ത് നമ്മൾ എന്റർടൈൻ ചെയ്യിക്കാനും. പിന്നെ പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ഏൺ ചെയ്ത എന്റെ എക്സ്പീരിയൻസ്, എങ്ങനെയാണ് ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ഏൺ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എനിക്ക് പറയാനുള്ള ഒരു 3/4% ആൾക്കാരും എന്റെ സുഹൃത്തുക്കളാണ്. എന്നെ അറിയുന്ന, അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ്സ്, എന്റെ ഫ്രണ്ട്സ്. ഇത് പറഞ്ഞറിഞ്ഞതാണ്, അല്ലാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എനിക്ക് വീഡിയോസിന് വലിയ റീച്ച് ഒന്നും വന്നിട്ടില്ല. വീഡിയോ പെട്ടെന്ന് ഒരു 10-12 ദിവസം കൊണ്ട് എനിക്ക് കിട്ടിയ 10-12 ദിവസം കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു റീച്ചും എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്യണില്ല ഇത്രയും പെട്ടെന്ന് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആവുന്നൊന്നും. ഇപ്പൊ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയി. ഇനി ഒരു 4000 വാച്ചിങ് അവർ ആണ് നമുക്ക് വേണ്ടത്, ആഡ്സെൻസ് കിട്ടാൻ വേണ്ടി, മോണിറ്റൈസ്ഡ് ആവാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പം ഇനി ഞാൻ ചെയ്യേണ്ടത് പെർഫോം ചെയ്യണം, നല്ല കണ്ടന്റ് വരണം. വെറുതെ അല്ല, എന്റെ സുഹൃത്തുക്കൾ മാത്രം കാണുന്ന ഒരു ചാനൽ എന്റെ ആദ്യത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. 1150ഓളം ആൾക്കാരിരിക്കുന്ന വലിയൊരു സദസ്, വലിയൊരു വേദിയാണ്. അപ്പൊ ഇതിനെ ഞാൻ വില ചുരുക്കി കാണാനോ ഇല്ലെങ്കിൽ ഒരു വിലയില്ലാത്തൊരു സമയം പോക്കായിട്ട് കാണാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനെ ഞാൻ റെസ്പെക്ട്ഫുള്ളി ഏറ്റെടുത്തേക്കുവാണ് ഗൈസ്. ഞാൻ സ്വീകരിക്കുവാണ്, 2 കൈയും നീട്ടി ഞാൻ സ്വീകരിക്കുവാണ്. ഇവിടെ നമുക്ക് നല്ല രീതിക്ക് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം, സ്മാർട്ട് വർക്ക് ചെയ്യണം. നിങ്ങൾക്കുള്ള എന്റർടൈൻമെന്റ്സ് ഞാൻ തരാം, നിങ്ങൾക്കുള്ള അറിവുകൾ ഞാൻ തരാം.
നിങ്ങൾ ഒരിക്കലും ഇതിന്റെ പേരിൽ നിരാശപ്പെടില്ല. സോ ഗൈസ്, വെയിറ്റ് ഫോർ ഇറ്റ്. ഞാൻ പയ്യെ റെഡിയായി അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ പടി വെച്ച് മേലേക്ക് എത്തണം. അപ്പൊ ഇന്ന് ഞാനൊരു നല്ല സൗണ്ട് ക്വാളിറ്റി ഞാൻ നിങ്ങൾക്ക് തന്നു എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ സൗണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയിക്കണം. പിന്നെന്താ പറയാ, അപ്പൊ ഇനി നാളെ തൊട്ട് ഞാൻ നല്ല കണ്ടന്റ് ഒക്കെ ആയിട്ട് വരാം. ഇന്ന് ഞാൻ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ആയത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി വന്നത് കേട്ടോ. അപ്പം ഗൈസ്, 1000+ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലായിട്ട് മാറിയേക്കാന്ന് മിസ് ആർ എന്ന യൂട്യൂബ് ചാനല് സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് ഗ്രോവിംഗിലാന്ന്. സോ ഐ എം സോ ഹാപ്പി ടു സേ ദിസ്. പിന്നെന്താ പറയാ, നമുക്ക് നല്ല കണ്ടന്റ് ഒക്കെ ആയിട്ട് നാളെ മറ്റന്നാൾ അങ്ങനെ പോ. അപ്പൊ ഓക്കെ ഗൈസ്, ഞാൻ പോട്ടെ. ടാറ്റ.